നമസ്കാരം ഗൈസ്. ഇന്ന് നമുക്കൊരു ഇൻസ്റ്റാളേഷനാണ്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മൾട്ടിപോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ടെഫ്ലോൺ ഞാനവർക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കസ്റ്റമർ ചോദിച്ചു, നിങ്ങൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യുമോ അത്ര വലിയ വർക്ക്? അപ്പോൾ അവർക്കറിയില്ല നമ്മളൊരു വലിയൊരു പൈൽവാനാണെന്ന്. ചുമ്മാ വന്നാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്ത വർക്ക് നമ്മൾ അതിൻ്റെ സ്ട്രെയിനറും കാര്യങ്ങളൊക്കെ അതിൻ്റെ പക്ക ഫിൽട്രേഷൻ ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറക്റ്റ് സെറ്റിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിനർ പൈപ്പിൽ സ്ട്രെയിനർ ഒട്ടിക്കുന്നത് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചു, പിന്നെ വെസലെടുത്തു. അതിനകത്ത് നമ്മൾ സ്ട്രെയിനർ പൈപ്പിന് ഒരു അളവുണ്ട്, അത് കറക്റ്റായിട്ട് കട്ട് ചെയ്താണ് കറക്റ്റ് ഫിൽട്രേഷന് കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ പലവട്ടം പല സൈറ്റിലും നമ്മൾ ചെയ്യാത്ത വർക്കിന് പോയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പണി പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിനർ പൈപ്പിൻ്റെ ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് പ്രോപ്പർ മെഷർമെൻ്റ് എടുത്തിട്ടാണ് അത് കട്ട് ചെയ്യുക. പിന്നെ വെസല ഞാൻ അളകൊണ്ട് വെച്ചു. പിന്നെ മീഡിയസ് കൊണ്ടുവന്ന് സൈഡിലിറക്കി. വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവിടുന്ന് ഇത് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം മീഡിയ കാര്യങ്ങളൊക്കെ എടുത്തു. ഫസ്റ്റ് നമുക്ക് സൈലക്സാണ് ഫിൽ ചെയ്യേണ്ടത്. സൈലക്സ് കാര്യങ്ങളൊക്കെ എടുത്ത് കറക്റ്റ് സ്റ്റെയിനർ പൈപ്പ് കറക്റ്റായിട്ട് അതിനകത്ത് വെക്കണം. അതിനകത്ത് വെച്ചാലാണ് കറക്റ്റ് നമുക്ക് അളവ് കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോപ്പറായി വെച്ചു, അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടിൽ നമുക്ക് സൈലക്സാണ് ബേസായിട്ട് വരിക. അപ്പോൾ സൈലക്സ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്തു. 2 ടൈപ്പ് സൈലക്സ് ഉണ്ട്. ഇപ്പോൾ 2 ടൈപ്പ് സൈലക്സും കറക്റ്റ് അളവിനാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്, നമ്മൾ കറക്റ്റ് അളവ് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. വലിയൊരു വീഡിയോ ആണ് കൈസ്, അതുകൊണ്ട് സ്പീഡിലാക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വരുന്നത് പ്രഷർ സാൻഡ് ഫിൽറ്ററും ആക്ടിവേറ്റ് കാർബൺ ഫിൽറ്ററും അവിടെ 2 വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഓൺലൈനിലാണ് സെറ്റ് ചെയ്യുന്നത്. ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ മോട്ടർ അടിച്ച് ഫിൽറ്ററായിട്ടാണ് അവിടുത്തെ മെയിൻ ടാങ്കിലേക്ക് പോവുക, ഓവർഹെഡ് ടാങ്കിലേക്ക് അത് പോവുക. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് പിന്നെ മൾട്ടിപോർട്ട് പോലെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ പ്ലംബിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. പ്ലംബിങ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ മോട്ടർ ലൈനിലാണ് അത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ അത് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് വെറുതെ കട്ട് ചെയ്ത് കൊടുക്കുകയല്ല, നമ്മളതിനൊരു ബൈപ്പാസ് പോലെ കൊടുക്കും. അതായത് എങ്ങാനും ഫിൽറ്റർ മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൈപ്പാസ് പോലെ കൊടുക്കും. കാരണം കസ്റ്റമർക്ക് നമുക്ക് ബുദ്ധിമുട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവിടെ പൈപ്പ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ഫിൽറ്ററിന് വല്ല ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ NRV കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോൾ പിന്നെ ഫിൽറ്ററിൻ്റെ അലൈൻമെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് പ്ലംബ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മൾ ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അത് ഫിൽറ്ററെല്ലാം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലംബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ പ്ലംബിങ് ആണ് ചെയ്യുക. അതായത് ചുമ്മാ വെക്കാതെ നമ്മൾ കറക്റ്റായിട്ട് വെസലിന് ഭംഗിയോടെ ആയിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുക, ഫിൽറ്റർ പ്ലംബിങ് ചെയ്യുക. പിന്നെ ഇപ്പോൾ പ്ലംബിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഫൈനൽ